എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. ഓരോരുത്തരും അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ, സംശയങ്ങൾ അറിവുള്ളവരോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നവരോട് ചോദിക്കാറുണ്ട്. അപ്പം അതുപോലെ ഒരു സുഹൃത്തിനെ അദ്ദേഹത്തിൻ്റെ സംശയമായിരുന്നു. നമ്മൾ സാധാരണ പൂജകൾ ചെയ്യുമ്പോൾ, പരിഹാര പൂജകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറെ വിശേഷാൽ ഏതെങ്കിലും പത്മട്ടൊരു പൂജ ചെയ്യുമ്പോൾ ഗുരുക്കന്മാർക്കും ഗണപതിക്കും വെച്ചതിന് ശേഷമാണ് ചില പൂജ ചെയ്യുക. അത് ഗണപതി ഹോമം മറ്റെന്ത് പൂജകളും പുറത്ത് പ്രതിഷ്ഠ അല്ലാത്ത പൂജകൾ ചെയ്യുമ്പോൾ പത്മട്ട് ചെയ്യുന്ന പൂജയ്ക്കൊക്കെ ഗണപതിക്കും ഗുരുക്കന്മാർക്കും സങ്കല്പിച്ച് വെച്ചിട്ട് ആണ് ചെയ്യുക. അപ്പം അതുപോലെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ളതായ മണ്ഡകപ്പെരയിൽ അല്ലെങ്കിൽ വിഷമായിക്കോ കരിങ്കുട്ടിക്കോ അങ്ങനെ കർമ്മം ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രത്യേകാൽ ഇതേപോലെ ഗണപതിക്ക് വെച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് പല ആളുകളുടെയും സംശയമുള്ള പോലെ തന്നെ ഒരു സുഹൃത്ത് ചോദിക്കണ്ടായി. അപ്പം അത് നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. പ്രതിഷ്ഠ വെച്ച് തന്നെ കൃത്യമായിട്ട് പ്രതിഷ്ഠയുള്ള കർമ്മങ്ങൾ ചെയ്തു പോവുക ചെയ്യുക. മന്ത്രങ്ങൾ ജപിച്ചിട്ട് ഇപ്പം കഴുകി കുളിപ്പിച്ചു, ഭഗവാന് പൊട്ടുവെച്ചു, പൂവെച്ച് അദ്ദേഹത്തിൻ്റെ മന്ത്രം എന്താണെന്ന് വെച്ചെങ്കിൽ പഞ്ചാർച്ചന കഴിഞ്ഞ് നിവേദ്യങ്ങൾ കഴിഞ്ഞ് അങ്ങനെ പോല അങ്ങനെയാണ് അതിൻ്റെ പതിവുള്ളൂ. പക്ഷെ പുറത്ത് നമ്മളൊരു പത്മം ഇട്ടിട്ട്, പത്മം ഇടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുദർശനം, പരിഹാര പൂജകൾ അല്ലെങ്കിൽ ഹോമകർമ്മങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. അതിപ്പോൾ അതേപോലെ തന്നെ ശബരിമലയ്ക്കൊക്കെ പോകുന്ന സമയത്ത് അയ്യപ്പൻ്റെ പീഠമൊക്കെ വെച്ചതിന് ശേഷം ഗുരുവിനും ഗണപതിക്കൊക്കെ വെച്ചതിന് ശേഷം അവർ കർമ്മം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വിഷമായിക്കോ ദേവിക്കോ ആട്ടെ പ്രത്യേകാൽ ചെയ്യുന്ന പൂജകളുണ്ട് വെച്ചെങ്കിൽ, ഇങ്ങനെ ഒരു വീട്ടിൽ നമ്മളൊരു കർമ്മം ചെയ്യണം. അപ്പോൾ അതിന് ഒരു പത്മം ഇട്ടിട്ട് വിളക്ക് വെച്ചാൽ അരിനെല്ലോട് കൂടിയിട്ട് നിറതിരിയൊക്കെ വെച്ചിട്ട് പീഠം വെച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ അങ്ങനെ ചെയ്യാറ് ഇല്ല. അത് ഗണപതി പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുള്ള തന്നെ ഇപ്പോൾ വിഷമായിക്കോ കരിങ്കുട്ടിക്കോ ചൊവ്വയ്ക്കോ അങ്ങനെ ഒരുക്കൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അത് സാധാരണ അങ്ങനെ ചെയ്യണ പോലെ ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ഈ ഗണപതിക്ക് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സുദർശനോ യമരാജ് പ്രത്യങ്കിര ഹോമകർമ്മങ്ങൾ എന്താവട്ടെ, അല്ലെങ്കിൽ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള ഇപ്പോൾ ഒരു പൂജകൾ പത്മട്ടിട്ട് ചെയ്യുന്നൊരു പൂജയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഗുരുവിനും ഗണപതിക്കും എവിടെ വെക്കാന്നുള്ള ചിലവർക്ക് ആശയക്കുഴപ്പമുണ്ടാവാറുണ്ട്. അപ്പോൾ അത് വെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ചിലവർക്ക് വെക്കാൻ അറിയാത്ത, സ്ഥാനം അറിയാതെ ഇരിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇടത്തെ ഭാഗത്ത് ഇപ്പോൾ പ്രതിഷ്ഠകൾ നമുക്ക് നേരെ ഇരിക്കുന്നത് വെച്ചെങ്കിൽ, പ്രതിഷ്ഠ അല്ല ചെയ്യുന്ന പത്മം അപ്പോൾ ഒരു ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ വിളക്ക് വെച്ച് പീഠം വെച്ചിട്ടൊക്കെ അതിൻ്റെ മീതെ സങ്കല്പിച്ച് അവിടെ വെച്ചിട്ട് അല്ല സ്വസ്തികിട്ടിട്ടോ മറ്റേ തരത്തിലോ കർമ്മം ചെയ്യുമ്പോൾ ഗുരുവിനും ഗണപതിക്കും വെക്കാറുണ്ട്. അപ്പോൾ ഗുരുവിന് നമ്മുടെ ഇടത്ത വശം ഗുരുവിന്, നമ്മുടെ വലത്തെ വശം ഗണപതിക്ക് തന്നെ ചെയ്യാം. അതായത് ദേവന്റെ വലത്തെ ഭാഗത്ത് ഗുരുവിനും ഇടത്തെ ഭാഗത്ത് ഗണപതിക്കും വരും. അപ്പൊ തെറ്റണ്ട. നമ്മുടെ ഇടത്തെ ഭാഗത്ത് ഗുരുവിനും വലത്തെ ഭാഗത്ത് ഗണപതിക്കും നറുക്ക് വെച്ചിട്ട് ചിലവർ സാധാരണ അങ്ങനെ ഈ ഗുരുവിനെ വെക്കുന്നതിനെ അവിടെ വെറുതെ പൂജിക്കുള്ളൂ. ചിലപ്പോൾ നിവേദ്യങ്ങൾ വെക്കാറില്ല, ചിലവർ വെക്കാറുണ്ട്. ഗണപതിക്ക് എന്തായാലും നിവേദ്യങ്ങൾ ചെയ്യാത്ത അത് ത്രിമധുരായാലും മറ്റെന്തായാലും ഗണപതിക്ക് വെക്കും. എന്നിട്ട് മൂർത്തിക്ക് പൂജിക്കാം. അപ്പം ഇതൊക്കെ അറിയാത്തവർക്ക് ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ വളരെ നേരത്തെയൊക്കെ പൂജകൾ ചെയ്യുന്നവർ, കണ്ടുപിടിച്ചിട്ടുള്ളവർ, കൂടെ നിൽക്കുന്നവർ, അത് സഹായിയായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇത് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് കണ്ടറിയാം, അവർക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതല്ലാത്ത ആളുകൾക്കാണ് ഇങ്ങനൊരു സംശയം ഉണ്ടാവാനുള്ള ഒരു കാരണം അവര് മറ്റൊരാളൊപ്പം ഇതേപോലെ തന്നെ പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്തുനിന്ന് പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതായ പ്രതിഷ്ഠകൾക്ക് ഉള്ളതിനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ പ്രതിഷ്ഠ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഗണപതിക്ക് ഗുരുവിനെ വെക്കേണ്ട ആവശ്യമില്ലാന്ന് എങ്കിൽ തന്നെ ഇവിടെ ഇപ്പം ചാത്തനോ ചൊവ്വയ്ക്കോ മറ്റ് അത് അതേപോലെ തന്നെ പ്രതിഷ്ഠകൾ ഇരിക്കുമ്പോൾ കളറിടുമ്പോൾ അത് വലത്തെ ഭാഗത്ത് ആയിരിക്കണം ദേവിക്കുള്ളത്. പലരും അത് ഗുരുവിനെ വെക്കേണ്ടത് അല്ല, ഈ മറ്റേ ഉപാസക മൂർത്തിക്ക് അല്ലെങ്കിൽ ഗുരുമുത്തച്ഛനെ വെക്കുന്നത് ചിലപ്പോൾ ആദ്യം വയ്ക്കാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത്
16, 9, 5. അപ്പൊ അങ്ങനെയുള്ള ദേവതയ്ക്ക് ഭദ്രകാളിക്ക് ആദ്യം ഇടുക, പിന്നെ ചാത്തന്മാർക്കും പിന്നെ ഗുരുക്കന്മാർക്കും ഇടുക. അപ്പൊ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കൊരു ഭദ്രകാളിക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഭഗവത് സേവ ചെയ്യാണ്, അല്ല മൃത്യുഞ്ജവമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ദേവനെ പ്രത്യേക ഗുരുവിനെ സങ്കല്പിക്കുന്നു, ഗണപതിനെ സങ്കല്പിക്കുന്നു. അപ്പൊ അത് ആ ഗുരുവിന് ആ വെച്ചിരിക്കുന്നതായ പ്രതിഷ്ഠയിൽ ആ സങ്കല്പത്തിന്റെ വലത്തെ ഭാഗം ഗുരുവിനും ഇടത്തെ ഭാഗം ഗണപതിക്കും എന്ന് പറഞ്ഞു നിറയുന്നില്ലെല്ലാം വെക്കുന്നത്. പക്ഷെ നമ്മളൊരു കളട്ടിട്ട് പൂജ ചെയ്യുമ്പോൾ, ഒരു ഭദ്രകാളിക്കോ ചാത്തനോ ഇത്യാദികളൊക്കെ ചെയ്യുമ്പോഴും അത് അതിന്റെ പ്രതിഷ്ഠ വെക്കുമ്പോഴും ആദ്യം വരുന്നത് ഭഗവതി ആയിരിക്കും. ഭഗവതീനെ ആദ്യം വെക്കുന്നുണ്ടാവുക, പിന്നെ മറ്റേ ചാത്തന്മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ കർമ്മം ചെയ്യുമ്പോൾ ആദ്യം ഭദ്രകാളിക്ക് ഇട്ടിട്ട് വേണം മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട്, ലാസ്റ്റ് ഗുരുമുത്തച്ഛനെ. അപ്പൊ അത് പ്രത്യേകം അറിയേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് മറ്റുള്ളതാണ് പൂജിക്കലോ അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ അതിങ്ങനെ പൂജിക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാ മക്കളും അതിൽ സന്ധി ചേരുന്നതും എല്ലാവരും ഒന്ന് ചേരുന്നത് സന്ധിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ആ കുടുംബ 4-ാം മേടത്തെ ഒരു പൂജ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആ ഗുരുമുത്തച്ഛനായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്നിരിക്കുന്ന മൂർത്തികൾക്ക് ആ കുടുംബം 4-ാം മേടത്തെ മക്കൾക്ക് ഏവർക്കും തുല്യ അവകാശമാണ്. ആ തുല്യ അവകാശമുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരും അതിനെ ആരാധിക്കാനും പൂജിക്കാനും പ്രാർത്ഥിക്കാനും അവകാശം അവർക്കുണ്ട്. ആ കുടുംബം 4-ാം മേടത്തില് അത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും, ആൺകുട്ടിയെ പോലെ തന്നെ പെൺകുട്ടിക്കും. പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു 8-9 വയസ്സ് വരെ വളരെ നല്ല ഇതോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചു പോരാം. അവര് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്കൊരു പീരീഡ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 7 ദിവസം കഴിഞ്ഞാൽ അവർക്കും ധാരാളം ദേവതാന്മാരെ പൂജിക്കാം. ഇനിയിപ്പോൾ ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കുന്ന പ്രതിഷ്ഠ ഉണ്ട് വെച്ചെങ്കിലും അത് എല്ലാവരും സമ്മതപ്രകാരമാണ് ചെയ്യുന്നത്, കുഴപ്പമില്ല. പെട്ടെന്ന് എല്ലാവരും അത് അംഗീകരിക്കില്ല. അപ്പൊ ഏവർക്കും പൂജിക്കാതെ, അതാണ് പറഞ്ഞത്, ഏവർക്കും പൂജിക്കാം. അപ്പൊ അത് ആണോ പെണ്ണോ വ്യത്യാസമില്ല, അതൊക്കെ പൂജിക്കാം. അപ്പൊ അങ്ങനെ ഈ ധർമ്മദൈവാദികളെ പൂജിക്കുമ്പോൾ നമ്മൾ അവരെ മനസ്സിലുണ്ടെങ്കിൽ ശരി, പ്രത്യക്ഷത്തിൽ ഇവർക്ക് ഇങ്ങനെ കർമ്മം ചെയ്യലാണ് പതിവ്. അപ്പൊ ആ പതിവ് തെറ്റിയാണ്ടിരിക്കുക. അതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൃത്യത വരുത്തുക. അത് പൂജിക്കുന്ന മൂർത്തി ഏതാന്നുള്ളത് മനസ്സിലുണ്ടായിരിക്കണം. പുറത്തുള്ളതായ ചിന്തകള് ഒരു കർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൂജിക്കുമ്പോൾ പലതരത്തിലുള്ളതായ വിഷമതകൾ ആയിട്ടാവും ആ പൂജാരി അല്ലെങ്കിൽ ആ കർമ്മി വന്നിട്ടുണ്ടായിരിക്കുക പൂജ ചെയ്യണം. അപ്പൊ അത് വീട്ടിൽ ചില പ്രശ്നങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പ്രശ്നങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഒരു കർമ്മിയാണ് കർമ്മം ചെയ്തതിന്റെ പരിണത ഫലമായിട്ട് പലരും ചോദ്യം ചെയ്യാൻ, അങ്ങനെ പലതരത്തിലുള്ളതായ ആശയക്കുഴപ്പങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാവും അകത്തേക്ക് കയറുക. അത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സ് ഇതിലേക്ക് പോവുക. ഏത് രാവിലെ സങ്കല്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യയായിട്ടൊന്ന് കോർത്തിട്ടൊന്നും ഉണ്ടാവുക, അതിലേക്ക് അറിയാതെ ഇങ്ങനെ തേങ്ങല് നമ്മുടെ ചിന്തകൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മത്തിന് കൃത്യത ഉണ്ടാവില്ല. കാരണം ഇവിടെ ദേവനാണ് ഇരിക്കുന്നത് വെച്ചെങ്കിൽ ആ ദേവനെയാണ് പൂജിക്കുന്നത് വെച്ചെങ്കിൽ ഇവരെ മനസ്സിൽ അല്ലെങ്കിൽ കാഴ്ച വായന്ന് വരെ ചിലപ്പോൾ ഭദ്രകാളിയുടെ അല്ലെങ്കിൽ ദേവിയുടെ ഒക്കെ മന്ത്രങ്ങളായിരിക്കും. കാരണം മനസ്സ് പൂർണ്ണമായിട്ട് അവിടെ ഇല്ല. അപ്പൊ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നം പൂർണ്ണമായിട്ട് ആ ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ചിട്ട് വേണം ഉള്ളിൽ കയറാൻ, അല്ലെങ്കിൽ മണ്ഡപരയുടെ മുന്നിൽ വെച്ചിട്ട് വേണം ഉള്ളിൽ കയറാൻ. അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മത്തിന് അവിടെ തപ്പിപ്പിടുത്തുണ്ടാവും. ചെയ്യുന്ന മൂർത്തിനല്ല, മനസ്സിൽ ഇരിക്കുന്ന മൂർത്തി വേറെയും വായന്ന് വരുന്നതായ മന്ത്രം വേറെയായിരിക്കും, സ്മരണ വേറെയായിരിക്കും. അതൊക്കെ ആ ദേവനും ദേവിക്കൊക്കെ വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതാണ്, മാനസികമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചെയ്യുന്ന പൂജയ്ക്ക് ദുരിത ഫലങ്ങളെ ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പൊ ദേവിയാണ് ഇരിക്കുന്നത്. അപ്പൊ പല ചിന്തകളുണ്ട്. ആ ചിന്തകളൊക്കെ പൂജിച്ച് മനസ്സറിയാതെ പ്രാർത്ഥിക്കായാലും അന്ന് വഴക്കുണ്ടായിരിക്കും, അവർ ചീത്ത പറഞ്ഞായിരിക്കും. നമ്മുടെ മനസ്സ് നമ്മൾ അങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്ത് ഇവിടെ ചാത്തനെ ചൊവ്വയ്ക്ക് ചെയ്യണ ഭദ്രകാളിക്ക് ചെയ്യണതിന് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്വാമിയുടെ മന്ത്രം ദൈവത്തിന്റെ മന്ത്രം ചിലപ്പോൾ മനസ്സിൽ വരിക. ആ ദൈവത്തിനെ പൂജിട്ടാവും പൂവിടുക അല്ലെങ്കിൽ വെള്ളം തെളിക്കുക, അയ്യത്തടി എന്ന് പിന്നീടാണ് മനസ്സിലാവുക. അപ്പൊ അത് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുമെങ്കിലും അത് അങ്ങനെ കൃത്യമാവില്ല. പിന്നെ ദേവനോട് എത്ര സോറി പറഞ്ഞിട്ടും കാര്യമില്ല, അത് പിന്നെ വലിയ വിഷമത്തിലേക്കാണ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത് അറിയാത്തവർക്ക് മാത്രമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഓരോരോ കുടുംബത്തിലെ ആ ഗുരുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വന്നിരുന്ന ആ മൂർത്തികളിനെ ആ കുടുംബ നാലാമേടത്തിലെ എല്ലാ മക്കൾക്കും ഒരേ അവകാശമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയില്ലേ, ആ കുടുംബത്തിലെ ഏതൊരു മക്കള് ജോലിക്കാവട്ടെ മാറി താമസിക്കലാവട്ടെ ആ തട്ടകത്തു നിന്നും ആ ദേശത്തു നിന്നും മാറി താമസിച്ചാലും ഈ ഗുരുമുത്തച്ഛന്മാരുടെയും മന്ത്രമൂർത്തികളുടെ അനുഗ്രഹം, അവരുടേതായ സഹായങ്ങളും അവരുടെ സാന്നിധ്യം ഈ മക്കളുടെ അടുത്തുണ്ടായിരിക്കും. എന്നാൽ പലരും ഈ വീട് വിട്ട് മാറുന്നതോട് കൂടിയിട്ട് ഇവരോടുള്ള വിശ്വാസം ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് കാണാറ്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്നതായ പല അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സഹായങ്ങളും ഈ ഗുരുമുത്തച്ഛന്മാരുടെയും മന്ത്രമൂർത്തികളുടെയും സഹായങ്ങൾ അവർക്ക് ഇല്ലാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരുടെ സമയദോഷങ്ങളെ കൊണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള ശത്രുദോഷങ്ങളെ കൊണ്ട്, പിന്നെ അവർ കയറി ചെല്ലുന്നതായ വീട് വാടകയ്ക്കാണെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെയുള്ളതായ ഗുരുമുത്തച്ഛന്മാരും മന്ത്രമൂർത്തിലും വെച്ച് ആരാധിച്ചിരുന്നതായ ഒരു കുടുംബം നാലാമേട ആണ് എങ്കിൽ അത് അവിടെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതോ വിറ്റുപോയിട്ടുള്ളതാണെങ്കിൽ ആ ദൈവങ്ങളെയും ആ മണ്ണിൽ അടക്കം ചെയ്തിട്ടുള്ളതായ പ്രേതാദികളെയും മറ്റ് ദുരിതങ്ങളും ഈ മക്കൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഗുരുമുത്തച്ഛന്മാരുടെ സഹായങ്ങളില്ലെങ്കിൽ, മന്ത്രമൂർത്തികളുടെ സഹായങ്ങളില്ലെങ്കിൽ ഈ ദോഷങ്ങൾ തീർച്ചയായിട്ടും അവർ അനുഭവിക്കാനായിട്ട് ഇടവരും. അവർക്ക് ജാതകവശാലോ മറ്റോ സമയദോഷമാണെങ്കിൽ, ഈശ്വരബലം കാലബലം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യക്ഷാൽ അവർക്കുള്ള എല്ലാ ദോഷങ്ങളും അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴാവും ആ ജ്യോത്സ്യൻ പറയാം, നിങ്ങളുടെ ധർമ്മദൈവാദികളുടേതായ വിരോധങ്ങളുണ്ട്, അവരുടേതായ വിഷമങ്ങളുണ്ട്, അവർക്ക് കർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോഴോ ചിലപ്പോൾ അവർ കേൾക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ അവരായിട്ട് ഇഷ്ടത്തിലല്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നതായ ദോഷങ്ങൾക്ക് അപ്പുറം പരിഹാരമാവണില്ല. ഇവരെ വാക്കുകൊണ്ട് ആ ഗുരുമുത്തച്ഛന് അതിനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്, അതിനാണ് പൂജിക്കേണ്ടത്. ആ ബഹുമാനമോ പൂജയില്ലാതെ ഇവരെ ഇഷ്ടത്തിന് വഴക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വിമർശിച്ച് അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഉത്തരം കാണുക വെച്ചെങ്കിൽ അപ്പോഴിത് മുടക്കാം. ചിലപ്പോൾ ഇവർ ചെന്ന് അദ്ദേഹത്തിന് ആ ദൈവങ്ങളെ പൂജിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുക. ഇവരുടെ അച്ഛനോ അച്ചാച്ചനായിട്ടോ അല്ലെങ്കിൽ ആണ് അതിനെ അടുത്ത് പെരുമാറിയിരുന്ന ഒരു കർമ്മികൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവരൊക്കെ പോകുന്നു നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പൂർത്തീകരിക്കുന്ന കർമ്മം ചെയ്യുന്നതാവും. അപ്പം എന്ത് തന്നെയായാലും ആ കുടുംബനാലാമേടത്തിലെ മന്ത്രമൂർത്തികളെ അവിടെ ജനിച്ചു വളർന്നിട്ടുള്ളതായ മണ്ണിലുണ്ടായിരുന്നായ അല്ലെങ്കിൽ ആ മുത്തച്ഛൻ്റെ രക്തത്തിലുണ്ടായ മക്കള് ഏവരും ഒറ്റ മനസ്സോടുകൂടി തന്നെയാണ് ദേവനെ ആചരിക്കേണ്ടത്. അങ്ങനെ ഒറ്റ മനസ്സോടുകൂടി ആചരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഭക്ഷണം തൃപ്തിയോടുകൂടി കഴിക്കാനും അത് അവരുടേതായ അനുഗ്രഹങ്ങളും സഹായങ്ങളും എല്ലാവരും കിട്ടാനും സാധ്യത വരുള്ളൂ. അവർക്കും ഈ ദൈവങ്ങൾക്കും അതേപോലെ തന്നെ ബന്ധനങ്ങളോ ദുരിതങ്ങളോ അശുദ്ധികളോ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ കൈപ്പറ്റിക്കൊള്ളണമെന്നില്ല. കർമ്മങ്ങൾ എത്ര ചെയ്താലും ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ വിഷമങ്ങളായിട്ട് വരിക. നമ്മളൊരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവിടേക്ക് കയറി ചെന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അവിടെ ആ കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് പോന്നു കഴിഞ്ഞാൽ അന്ന് പനി തലവേദനയോ അല്ലെങ്കിൽ ഓളിട്ട് കറിയലോ ശരീരവേദനയോ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലും ബുദ്ധിമുട്ട് ചിലവർ പറയാറുണ്ട്. അതെന്തുകൊണ്ട് ആ വെച്ച് ആരാധിക്കുന്നതായ ദൈവങ്ങൾക്ക് അവർക്ക് അശുദ്ധികളോ ദുരിതങ്ങളോ അല്ലെങ്കിൽ ചില ബന്ധനങ്ങളോ വരുമ്പോൾ അല്ല പ്രേത സാന്നിധ്യങ്ങളൊക്കെ അവരോടുകൂടി നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ ശക്തിക്ക് തന്നെ നാശം വരുന്ന അവസ്ഥയുണ്ടാവും. കാരണം ഈ ദൈവങ്ങൾക്ക് ആ ഒരു പ്രേതം വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ ശക്തി കുറയുക എന്ന് പറയുമ്പോൾ ഇവർക്കേ നേരത്തെ ശക്തി കുറഞ്ഞതുകൊണ്ടാണ് അവർക്കിവിടെ വരാനായിട്ട് പറ്റുന്നത്. ഇവർക്ക് നല്ല ശക്തിയും ചൈതന്യം പവറൊക്കെ ഉണ്ട്, നിത്യം കർമ്മമുണ്ട്, നിത്യം അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഉത്തമത്തിലും മധ്യമത്തിലുള്ള മധ്യമത്തിലുള്ള കർമ്മങ്ങളും അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് റെഗുലറായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ശക്തി ഉണ്ടാകും, അവർക്ക് ചൈതന്യങ്ങളുണ്ടാകും. അപ്പോൾ പുറത്തുനിന്ന് വന്നും വരുന്നതായ ഒരു ദോഷങ്ങളോ ബാധകളോ പ്രേത സാന്നിധ്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിനെ തടയാനായിട്ടുള്ളതായ ഒരു പ്രാപ്തി ശക്തി അവർക്കുണ്ടാകും. അതില്ലാത്തതുകൊണ്ടാണ് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളൊക്കെ ഇവരെ വന്ന് കയറുന്നത്. അങ്ങനെ വരുമ്പോൾ ദുരിതങ്ങളുണ്ടാകും. ആ ദുരിതങ്ങളുണ്ടാകുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റിങ്ങോ നടക്കുക, അല്ലെങ്കിൽ ആയി വെച്ച് ആരാധിക്കുന്നതായ കുടുംബനാലാമേടത്തിൽ ഏതെങ്കിലും മക്കള് ദുർമരണമോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ മരണമായാലും അത് ഈ മന്ത്രമൂർത്തിയോടുകൂടി ചേർന്ന് നിൽക്കാനാണ് വരിക. ഇത് ദുർമരണം സംഭവിച്ചാലോ അവർ അധികം പ്രശ്നമായിട്ട് മുന്നേ, അതായത് അവരുടെ ദുരിതങ്ങളൊക്കെ തീർന്ന് പ്രേത അശുദ്ധിയൊക്കെ വിടുന്നതായിട്ട് മുന്നേ തന്നെ അവരിതിൽ വന്ന് ചേരുമ്പോൾ
ആ ഇവര് അങ്ങനെ വന്നു ചേരുമ്പോൾ അവര് മാത്രമായിരിക്കില്ല. ദുരിതമരണം സംഭവിച്ചു ആ കുടുംബം 4-ാം ഇടത്തിൽ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ വീണ് മരിക്കാം, കയറുമ്പോ കെട്ടിക്കൊന്നിട്ടാവാം, തിജി കൊളുത്തിയിട്ടാവാം, പുഴയിൽ ചാടിയിട്ടാവാം, വേറെ ഏതെങ്കിലും ആക്സിഡൻ്റൊക്കെ ഉണ്ടായിട്ടാകാം, അപ്പം ഇങ്ങനെ വിഷം പിടിച്ചിട്ടാവാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ദുരിതമരണം സംഭവിക്കുന്നതായ ഭാഗത്ത് ഒരുപാട് ഇതേപോലെ തന്നെ ആളുകളിലൊക്കെ പ്രേത ചൈതന്യങ്ങളുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഇയാൾ മരിക്കുന്നതിന് മുൻപ് മറ്റൊരു തരത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോ മറ്റൊരു ഭാഗത്തുനിന്ന് വെച്ചിട്ട് ശക്തമായിരിക്കുന്ന ഭയപ്പാട് ഇദ്ദേഹത്തിനുണ്ടായിരിക്കാം, കൂടെ കൂടിയിട്ടുണ്ടായിരിക്കാം. അത് അവർ തമ്മിലുള്ളതായ ഫൈറ്റിങ്ങിന് ശേഷം അവരുടെ അവസാനം ഇദ്ദേഹത്തിന് കൊണ്ടേ പോകുള്ളൂ എന്നൊരു രീതി വരുമ്പോഴാവും ചിലപ്പോൾ അതിനുള്ളതായ വഴികൾ അവിടെ ഉണ്ടാകും. ഇദ്ദേഹം വീട്ടുകാരായിട്ട് വഴക്കുണ്ടാവണോ, പണിക്ക് പോകണില്ല, അല്ലെങ്കിൽ അലമ്പുണ്ടാക്കണോ, അത് നിത്യം എന്നാകുമ്പോൾ വീട്ടുകാർ വെറുതെ വിടില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തൊരു തരത്തിൽ വരുമ്പോൾ ചിലപ്പോൾ അലക്കി പോവും, ഏതെങ്കിലും തരത്തിൽ മരണപ്പെട്ടു പോകുക എന്നുള്ള സങ്കല്പം ഉണ്ടാവും. അപ്പം പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ അത് മരണമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോട് കൂടിയിട്ട് മറ്റുള്ള പ്രേതങ്ങളും ചേരുമ്പോൾ അവരെല്ലാം നമ്മുടെ ധർമ്മദൈവാദികളുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ധർമ്മദൈവാദികളുടെ ശക്തി അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറേണ്ടി വരും. അല്ലെങ്കിൽ അവർ തൊട്ട് തീണ്ടി കഴിഞ്ഞാൽ പ്രേതശുദ്ധി വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ചൈതന്യത്തിൻ്റെ കൂടെ അവരിയ്ക്കുമ്പോൾ അവർക്ക് പിന്നെ ആ വിളക്ക് വയ്ക്കുന്നത്, നിവേദ്യങ്ങൾ വയ്ക്കുന്നതൊക്കെ അവരാണത് കൈക്കൊള്ളുന്നുണ്ടാവുക. അത് ഇരട്ടി ദോഷങ്ങളെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ പോയാലും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നില്ല. രോഗങ്ങളുണ്ടാകണോ, ദുരിതങ്ങളുണ്ടാകണോ, അസ്വസ്ഥത ഉണ്ടാകണോ, എന്തിനാ പിന്നെ പോകണം നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അത് അധികം വൈകാതെ തന്നെ നിർത്തും. അപ്പോൾ അവർക്ക് അതുവരെ ഉണ്ടാകുന്ന വെളുക്കുണ്ടാവില്ല, പൂജ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ധർമ്മദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളുണ്ടോ എന്ന് ആ വീട്ടുകാർ ചിന്തിച്ച് അതിന് തീരുമാനം എടുക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കി അറിയുമ്പോഴാവും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ഗഡുവുകൾ അവർ മനസ്സിലാക്കുക. അപ്പോൾ ആ ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ വന്നിരിക്കുന്ന ദുരിതങ്ങൾ അതിനെ തീർത്ത് അവരുടേതായ ശക്തിനെ ചൈതന്യപ്പെടുത്തുക. അങ്ങനെ പറയുമ്പോൾ അത് നല്ലൊരു മാർഗ്ഗമാണത്. അപ്പോൾ നോക്കി അറിഞ്ഞ് അതിന് വേണ്ട ഉതകുന്നതായ കർമ്മങ്ങൾ ചെയ്തു. ഇപ്പം എല്ലാവരും ചേർന്നപ്പോൾ ഒരു ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവത് സേവ ഒക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിൽ പ്രേതബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ദുരിതങ്ങളുണ്ട്, അതിനൊരു കർമ്മം ചെയ്ത് ആ ദുരിതം തീർത്ത് പ്രേതങ്ങളെ ആവാഹിച്ച് പ്രതിമകളിലേക്ക് ആവാഹിച്ച് മാറ്റി അതിനുശേഷം ഈ ദൈവങ്ങൾക്ക് കൃത്യമായിട്ടുള്ളതായ ആ ദേവതയ്ക്ക് ശക്തി ചൈതന്യങ്ങൾ, പ്രാണപ്രതിഷ്ഠകൾ ഒന്ന് വീണ്ടും നൽകി കർമ്മപ്രീതി വരുത്തി കഴിഞ്ഞാൽ അവർ ഉഷാറായി. പിന്നെ എന്ത് വിഷമുണ്ടെങ്കിലും നേരിട്ട് അവരോട് പറയാം. അതിന് തെറ്റില്ലാത്ത തരത്തിലുള്ള ഫലങ്ങളും അനുഗ്രഹമൊക്കെ തരാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അപ്പം ഇത് ആ കുടുംബ 4-ാം ഇടത്ത് എല്ലാ മക്കളും ചേർന്ന് അതിന് കർമ്മം ചെയ്യേണ്ടതാണ്. ഇവിടെയായാലും ശരി, നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഈ മൂർത്തിക്ക് അശുദ്ധികളൊക്കെ തീർത്ത് കർമ്മങ്ങളൊക്കെ കൊടുത്ത് കർമ്മ പ്രീതി വരുത്തണം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ആ സമയം ഇതിൻ്റെ പരിഹാരങ്ങൾ പുറത്ത് പത്മട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗണപതിക്കും ഗുരുവിനും ഗണപതിക്കൊക്കെ ഇട്ടിട്ട് എന്ന് ചെയ്യാം. അപ്പോൾ സാധാരണ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന പ്രതിഷ്ഠയ്ക്ക് നമ്മൾ നേരിട്ട് കർമ്മങ്ങൾ ചെയ്യുക തന്നെയാണ് പതിവ്. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ അറിവില്ലാത്തവർക്ക്, എന്നെക്കാളും അറിവുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരിക്കും. ഞാൻ പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ അറിവുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ എന്നെക്കാളും അറിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതുപോലെ ചോദിക്കാനും പറ്റില്ല. അപ്പോൾ ഒരാളുടെ അഭിപ്രായമാണ് ഒരുപാട് ആളുകൾ കേൾക്കാനും അവരുടേതായ ന്യൂനതകൾ പരിഹരിക്കാനും കഴിയുക. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.